ഓഫ് എ സ്ക്വയർ നമുക്കറിയാം. ഒരു ഇതിൻ്റെ ഫാക്ടേഴ്സ് എങ്ങനെ കണ്ടു, ഒരു ഇതിൻ്റെ ഇക്വേഷൻ്റെ ഫാക്ടേഴ്സ് നമുക്ക് പറയാം. എ ഇൻറ്റു അതിൻ്റെ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എക്സും ബി ആണെങ്കിൽ എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ബീറ്റ എന്ന രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിൽ എന്താണ്, അതിനൊറ്റ സൊല്യൂഷനെ പാടുള്ളൂ അല്ലേ. ഒറ്റ സൊല്യൂഷനാണ് പാടും. ദാറ്റ് മീൻസ് നമ്മൾ ഡിസ്ക്രിമിനൻ്റ് അത് 0 ആണ്. നേരെ ഒറ്റ സൊല്യൂഷനെ വരുള്ളൂ. +or-0 എന്ന് വെച്ചാൽ അതന്നെയല്ലേ. പിന്നെ ഇത് സ്ക്വയർ ഓഫ് റിയൽ ഫാക്ടർ റിയൽ ലീനിയർ എക്സ്പ്രഷൻ ആവണമെങ്കിൽ ഒന്ന് D0 ആവണം, പോരായിട്ട് A > 0. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റീക്യാപ്പ് ചെയ്തതാണ്. പിന്നെ എന്താണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സിൻ്റെ സമ്മിൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു D/A² എന്ന് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ A, B, C ഇവരൊക്കെ റാഷണൽസ് ആണ്. അതേപോലെ D > 0 ആണ് പോലും. പിന്നെ D പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ റൂട്ട്സ് എന്താണ്, അതും റാഷണൽ ആണെന്നുള്ള പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ P of x, ഓക്കെ ക്വാഡ്രാറ്റിക് P of x ടേക്സ് ദ വാല്യൂ 0 at x = 2. ദാറ്റ് മീൻസ് x = 2 എന്ന് പറഞ്ഞാൽ എന്താ സൊല്യൂഷനാണ് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ സൊല്യൂഷനാണ് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എനിക്ക് അറിഞ്ഞൂടെ. A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം എന്താ പറയുക, ഇപ്പോൾ ഞാൻ പറയാം x - 2 എന്ന രീതിയിൽ എഴുതും. പിന്നെ വേറെന്തോ സൊല്യൂഷൻ ഉണ്ട്, x - β ഒക്കെ ഉണ്ട്. ഓക്കെ, അവർ പറഞ്ഞ x - 2 ഓൺലി എന്നാണ്. അപ്പോൾ ഓൺലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത രണ്ടാമത്തെ സൊല്യൂഷൻ 2 തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ സ്ക്വയർ വരും അല്ല, നമുക്ക് സ്ക്വയർ ആയിട്ട് എഴുതാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ ആകുമ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫാക്ടർ ഫോർമുല എഴുതിയിട്ടുണ്ട്. ഇനി P of 3 = 4 അവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ 3 കൊടുക്കും. ദാറ്റ് മീൻസ് A × 3 - 1 2 ദാറ്റ് മീൻസ് 1. സോ A = 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് എത്ര 4 ആണ് കാര്യം കിട്ടി. അപ്പോൾ A 4 ആണ് കിട്ടി. സോ 4 × x - 2 whole square = ഇനി അടുത്ത P of 4 കണ്ടെത്താൻ പറഞ്ഞു. സോ x ഞാൻ എന്ത് കൊടുക്കും, ദാറ്റ് ഈസ് 4. സോ 4 - 2 ദാറ്റ് ഈസ് 2. 2 whole square ദാറ്റ് ഈസ് 4. സോ 4 4 16 എന്ന കാര്യം കിട്ടും. ഓക്കെ, ഇത് പിന്നെ ഡയറക്റ്റ് ഇക്വേഷൻ പഠിക്കാൻ നല്ലത്, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. പിന്നെ ഇതെന്താ x³ - ഇതെന്താ ചെയ്യേണ്ടത്, ആസ് റൂട്ട്സ് ആൽഫ ബീറ്റ വൈ. ഓക്കെ, പിന്നെ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് വൈ നമുക്കറിയാം. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് S1 എന്ന് പറഞ്ഞാൽ S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -A1/A0. അപ്പോൾ -A1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവനാണ്. സോ മൈനസ് ഓഫ് -A1 ദാറ്റ് ഈസ് 6 കിട്ടി. ഇനി രണ്ടിൻ്റെ സമ്മ് ദാറ്റ് ഈസ് നമ്മൾ പറയുന്നത് S2 എന്ന് പറയുന്നത്. അതിങ്ങനെ അടുത്താണ് മൈനസ് വരില്ല, പ്ലസ് S2 ആയതുകൊണ്ട് പിന്നെ A2/A0. ഇവിടെ A2 എന്ന് പറയുന്ന ടേം അടുത്ത ടേം എന്താ, അത് 11 ആണ്. സോ 11/1 ആണ്, അത് 1 11. പിന്നെ അടുത്തത് 3ൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ ദാറ്റ് മീൻസ് S3 എന്ന് പറഞ്ഞാൽ -A3/A0 ദാറ്റ് ഈസ് -A3. ഇവൻ്റെ A3 ഇവൻ്റെ മൈനസ് എന്ന് പറഞ്ഞാൽ അത് 6 പിന്നെ y1 അപ്പോൾ 6. ഓക്കെ, സിമിലർലി ഈ ക്വസ്റ്റ്യനും ചെയ്ത് നോക്കുക, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, x⁴ ഈ സാധനത്തിൻ്റെ വാല്യൂ എന്താ, ഇതിന് ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ ആണ് സൊല്യൂഷൻ ഉള്ളത്. അപ്പോൾ നമ്മുടെ അടുത്ത ഹാസ് എ വാല്യൂ എത്രയാണെന്ന് ഇതിൻ്റെ വാല്യൂ നോക്കി. ഇവിടെ α⁴. അപ്പോൾ ഞാൻ എന്ത് കൊടുക്കും, ആൽഫ ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഇവിടെ ആൽഫ ഇട്ട് കൊടുക്കുക, കാരണം വെച്ചാൽ ആൽഫ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും α⁴ - 5 അത് അടുത്ത് എഴുതി = അങ്ങോട്ട് കൊണ്ടുവന്ന് റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവന്നാൽ എനിക്ക് കിട്ടും 6α³ - 7α². അപ്പോൾ ഇവിടെയുള്ള ഓരോ ടേമിനും എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, 6α³ എങ്ങനെയാണ് 6α³ - 7α². ഇവിടെ നിന്ന് ഒരു α² കോമൺ എടുക്കുക. അപ്പോൾ α² കോമൺ എടുത്തു കഴിഞ്ഞാൽ 6α - 7 എന്ന രീതിയിൽ വരും. അങ്ങനെ ആകുമ്പോൾ ഓരോ ടേംസിൽ നിന്നും ഞാൻ ഇങ്ങനെ ഈ ടേമിനെ ഇങ്ങനെ എഴുതി. അപ്പോൾ α² കട്ടാവും. അപ്പോൾ ഓരോ ടേംസ് ഇങ്ങനെ ഉണ്ടാവും, 6α - 7, അടുത്തത് 6 ബീറ്റ. ഓരോ ടേം സിമിലാരിറ്റി വരുന്നുണ്ട്, എല്ലാം അങ്ങനെ തന്നെയല്ലേ ഉള്ളത്. 6 ബീറ്റ - 7 അങ്ങനെ ഓരോ 6കൾ ഉണ്ടാവും. അപ്പോൾ എല്ലാ 6കൾ കോമൺ എടുക്കുക. അപ്പോൾ 6 കോമൺ എടുക്കുക, എന്നിട്ട് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ പ്ലസ് ഡെൽറ്റ. ഓക്കെ, പിന്നെ മൈനസ് എത്ര 7 ഉണ്ടാവും, 4 7കൾ ഉണ്ടാവും, -28 വരും. പിന്നെ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ നമ്മളെന്താ പറയുക S1 എന്ന് പറയുന്ന സാധനം. S1 എന്ന് പറഞ്ഞാൽ -A1/A0 റൈറ്റ്. -A1 എന്ന് പറഞ്ഞാൽ ഇവന് ശേഷമുള്ള അത് 6. സോ 6 ആണെന്ന് മനസ്സിലായി. ഇപ്പോൾ 6 × 6 ദാറ്റ് ഈസ് 36. 36 - 28 ദാറ്റ് ഈസ് = 8 എന്നുള്ള കാര്യം കിട്ടും. അപ്പോൾ ഈ സാധനത്തിൻ്റെ വാല്യൂ 8 എന്നുള്ള കാര്യം കിട്ടി. ഇനി അടുത്തത് ഇത് സിമ്പിളാണ്. നമുക്ക് പറയാൻ പറ്റും ഇവൻ്റെ റൂട്ട്സ് ആൽഫ ബീറ്റ ഗാമയാണ്. അപ്പോൾ എനിക്കിങ്ങനെ എഴുതാൻ പറ്റും, ഇവൻ്റെ ഫാക്ടർ ഫോമിൽ എനിക്ക് എഴുതിക്കൂടെ. ഇത് 1 ആയതുകൊണ്ട് ഞാൻ 1 എടുത്ത് എഴുതുന്നില്ല. x - ആൽഫ x - ബീറ്റ നമ്മൾ ഫാക്ടർ ഫോമിൽ ഒരു പോളിയോമിയല്ല, നമുക്ക് ഫാക്ടർ ഫോമിൽ എഴുതാം. അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോം വരും, അത്രയേ ഉള്ളൂ. x - ഗാമ ഗാമ ഡെൽറ്റ എന്താ ആയിക്കോട്ടെ, ഗാമ ഓയിക്കോ. അപ്പോൾ നോക്കിക്കോ, നമ്മളോട് കണ്ടെത്താനെന്ന് ഇതിൻ്റെ വാല്യൂ. അപ്പോൾ ഞാൻ എക്സിന് ഞാൻ എന്ത് വാല്യൂ കൊടുക്കും, ഇവിടെ ഞാൻ എക്സിന് എന്താ കൊടുക്കാൻ -2 കൊടുക്കും. ഓക്കെ, എക്സിന് -2 കൊടുക്കും. അപ്പോൾ നമുക്ക് എന്താ കിട്ടാൻ -2 - ആൽഫ -2 - ബീറ്റ. ഒരു മിനിറ്റ്, റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാട്ടോ, x³ - 2x² + 1. ഓക്കെ, -2 - ബീറ്റ പിന്നെന്താണ് -2 - ഗാമ = ഇവിടെ 2 കൊടുത്തോക്കെ, ഇക്വേഷൻ 2 ഇട്ട് കൊടുത്താൽ എത്രയാണ് 8 - ലെഫ്റ്റ് ഹാൻഡ് സൈഡ്
അങ്ങനെ നമുക്ക് ജസ്റ്റ് ഈ ഫാക്ടർ ഫോമിൽ വാല്യൂസ് ഓരോന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓരോന്ന് കിട്ടും. ഇവിടെ ആണെങ്കിൽ എന്താണ് ഇത് എന്ന് പറഞ്ഞാൽ ആൽഫ മൈനസ് 2 ഹോൾ ഇൻറ്റു ആൽഫ പ്ലസ് 2 അങ്ങനെ. അപ്പം ഇത് നമുക്ക് നമ്മളെ ഫാക്ടേഴ്സ് എന്തോ വാല്യൂസ് കൊടുക്കുക ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അതിനനുസരിച്ച് കിട്ടുന്നതാണ്. പിന്നെ ആകെ ഇത് കുറച്ച് നല്ല ക്വസ്റ്റൻ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്നുകൂടി നോക്കിക്കളയാം അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ പറഞ്ഞ ടേം എന്ന് ഇത് നമുക്കൊരു ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടേം എങ്ങനെയും ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, എന്താണ് ഇവിടെ ഫാക്ടർ ഫോമിൽ എഴുതി വലിയ കാര്യമൊന്നുമില്ല. എക്സ് മൈനസ് ആൽഫ അന്നേരം ഒരിക്കലും ഈ 1 + ആൽഫ സ്ക്വയർ ഒന്നും കിട്ടില്ല. ഫാക്ടർ ടേംസിൽ എക്സിൻ്റെ വാല്യൂസ് കൊടുത്തതിനെ കിട്ടില്ല. അപ്പോൾ ആ മെത്തേഡ് വർക്ക് ആവില്ല. പിന്നെ നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക, പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഞാൻ ആൽഫ കൊടുക്കുകയാണ് വെറുതെ. ആൽഫ ഇതിന് സൊല്യൂഷനാണ്. അപ്പോൾ ആൽഫ ക്യൂബ് മൈനസ് 2 ആൽഫ സ്ക്വയർ പ്ലസ് 1 = 0. ശരി, എന്തൊക്കെയോ കിട്ടുന്ന പോലെ ഉണ്ടല്ലേ. ഞാൻ എന്താ ചെയ്യാൻ, ഒരു ആൽഫ സ്ക്വയർ കോമ എടുക്കുക. ആൽഫ സ്ക്വയർ കോമ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആൽഫ മൈനസ് 2 കിട്ടും പ്ലസ് 1 = 0. ശരി, ഇനി ആൽഫ സ്ക്വയർ ഇൻറ്റു ആൽഫ മൈനസ് 2 = -1. അപ്പം -1 ഡിവൈഡ് ബൈ ആൽഫ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ് ആൽഫയാണോ? നല്ല ഡൗട്ടായി. ആൽഫനെ ഞാൻ തൽക്കാലം അല്ല വേണ്ട, ആൽഫ -2 ഇങ്ങനെ എഴുതാം. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഞാനൊരു -1 കൊടുക്കുകയാണ്. നോക്കിക്കോ എന്തുകൊണ്ടാണ് നോക്കിക്കോ -1 കൊടുക്കുകയാണ്. ഇവിടെ ഒരു -1 കൊടുക്കുകയാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൊടുക്കുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് കൊടുക്കുക. അപ്പോൾ നോക്കിക്കോ മൈനസ് ആൽഫ സ്ക്വയർ പ്ലസ് -1 ഹോൾ ഡിവൈഡഡ് ബൈ ആൽഫ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ -2 -1 എന്നുള്ള കാര്യം കിട്ടും. അങ്ങനെ ഇവിടെ നമുക്ക് കിട്ടും എന്താണ് ഇത് തലയിരിച്ച് എഴുതും. അപ്പം തലയിരിച്ച് എക്സ്ട്രാ നെഗറ്റീവ് എടുക്കും. അപ്പം 1 + ആൽഫ സ്ക്വയർ ബൈ ആൽഫ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - ആൽഫ -2. ഇവിടെ നിന്ന് എനിക്ക് എന്താ കിട്ടാൻ, 1 + ആൽഫ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ മൈനസ് ആൽഫ അതിന് ഉള്ളിലോട്ടേക്ക് മൾട്ടിപ്ലൈ അപ്പം കിട്ടും. നമുക്ക് 1 + ആൽഫ സ്ക്വയറിൻ്റെ ഒരു ടൈപ്പ് ഓഫ് വാല്യൂ കിട്ടിയിട്ടുണ്ട്. ആ വാല്യൂസ് ഓരോന്ന് ബീറ്റയ്ക്കും ഗാമക്കും കണ്ടെത്തുക. എന്നിട്ട് അവർ പറഞ്ഞ പോലെ അതെല്ലാം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ ഓരോന്നും അവർ പറഞ്ഞ പോലെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. ഇതാ നമ്മൾ ഓരോന്നിൻ്റെ വാല്യൂസ് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ നമുക്കിത് ആൽഫ ബീറ്റ ഗാമൻ്റെ വാല്യൂ കണ്ടെത്താൻ അറിയില്ല. ജസ്റ്റ് ക്വാഡ്രാറ്റിക് S3 എന്ന് പറഞ്ഞ സാധനം കണ്ടെത്തുന്നത്. പിന്നെ ഇയാളുടെ വാല്യൂ എങ്ങനെ കണ്ടെത്താം, ഇതും വളരെ സിമ്പിൾ അല്ലേ. നമ്മൾ ആ ഒരു ഫാക്ടർ ഫോമിൽ 3 ഇട്ട് കൊടുത്താൽ മതിയല്ലേ. എക്സിൻ്റെ വാല്യൂ 3 ഇട്ട് കൊടുത്തതിനെ കിട്ടും വളരെ സിമ്പിളായിട്ട്. ഇത് വളരെ സിമ്പിളായിട്ട് ഇനി വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. ഓക്കെ, പിന്നെ മെത്തേഡ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാതിരി മെത്തേഡാണ്, കോംപ്ലക്സ് നമ്പർ. ഒരു കാര്യം മനസ്സിലാക്കണം, x + iota ഇൻറ്റു x - iota ദാറ്റ് ഈസ് x² - 1² ദാറ്റ് ഈസ് iota സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ ലാസ്റ്റ് x² + 1 എന്ന രീതിയിൽ വരും. ഓക്കെ, അപ്പോൾ അത് തന്നെ നമുക്ക് വേണ്ട ഒരു 1 + ആൽഫ സ്ക്വയർ എന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ ആദ്യത്തിൻ്റെ ഇതിൻ്റെ ഫാക്ടർ ഫോമിൽ എഴുതി വെക്കും. ഓക്കെ, എന്നിട്ട് ഫാക്ടർ ഫോമിൽ എന്ത് ചെയ്യും, ഫാക്ടർ ഫോമും അതേപോലെ നമ്മൾ പോളിനോമിയൽ ഫോം ഇക്വേറ്റ് ചെയ്യും. എന്നിട്ട് അവിടെ നമ്മൾ അയോട്ട കൊടുക്കും. ഫാക്ടർ ഫോം കംപ്ലീറ്റ് എക്സിന് അയോട്ട കൊടുക്കും. കാരണം ഐഡൻറ്റിറ്റീസ് നമുക്ക് എന്തുവേണം വാല്യൂ കൊടുക്കാമല്ലോ. അപ്പോൾ അയോട്ട കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സാധനം കിട്ടും. ഈ സാധനം കൊണ്ട് വലിയ ഉപയോഗം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപയോഗമുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഇനി എന്ത് ചെയ്യും, അടുത്ത ഇക്വേഷനിൽ സെയിം ഇതേ ഇക്വേഷൻ തന്നെ മൈനസ് അയോട്ട കൊടുത്തിട്ട് നമുക്ക് വേറൊരു വാല്യൂയും കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. കാരണം അതാ ഈ ഒരു വാല്യൂ അതേപോലെ ഈ ഒരു വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കിക്കോ a + b × a - b ആ രീതിയിൽ വരുമല്ലോ. അന്നേരം നമുക്ക് ഈ പറഞ്ഞ ടേം 1 + ആൽഫ സ്ക്വയർ എന്നുള്ള ടേം കിട്ടും. അത് വേണേൽ ചെയ്യാം. പിന്നെ അത് വേസ്റ്റ് മെത്തേഡ്, അതിനേക്കാളും ഞാൻ ഈ മെത്തേഡ് തന്നെയാണ് നല്ലത്. ഓക്കെ, അടുത്ത ലോഗ് m ഈ ഒരു പരിപാടി ഉണ്ട്. വേർ ആൽഫ ഇസ് എൻ ഇൻറ്റീജർ. ഓക്കെ, m and a ആർ പ്രൈം എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ആൽഫ + m എന്ന് പറഞ്ഞാൽ 7 ആവുമല്ലോ. അപ്പോൾ 2 പ്രൈംസ് ആഡ് ചെയ്തതിന് 7 ആണ്. എന്തൊക്കെ കേസാണത്, എൻ്റെ ഓർമ്മയിൽ 2 ഉണ്ട് 5 ഉണ്ട്, വേറൊരു എൻ്റെ ഓർമ്മയിലില്ല. 2 പ്രൈംസ് ആണല്ലോ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഐദർ ആൽഫ ക്യാൻ ബി 2, ഇതിന് ഒരു 5 ആവാം, അല്ലെങ്കിൽ ഇവന് എന്താ 5 ആവാം, ഇവന് 2 ആവാം. ഫസ്റ്റത്തെ കേസ് എന്ന് പറഞ്ഞാൽ ആൽഫ 2ഉം ഫസ്റ്റത്തെ കേസ് എന്ന് പറഞ്ഞാൽ ആൽഫ 2ഉം m എന്ന് പറഞ്ഞാൽ 5ഉം. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഇതാ ലോഗ് m എന്ന് പറഞ്ഞാൽ 5 ടു ദ ബേസ് n അറിഞ്ഞൂടാ = 2 + എന്തോ b എന്ന് പറഞ്ഞാൽ മാൻഡിസ കേട്ടോ, മാൻഡിസ അല്ലെങ്കിൽ എന്താ ബീറ്റ എന്ന് തന്നെ വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് എന്താണ്, ദാറ്റ് മീൻസ് ഈ ലോഗരിതത്തിൻ്റെ വാല്യൂസ് ഈ ലോഗരിതത്തിൻ്റെ വാല്യൂയിലുള്ള ക്യാരക്ടറിസ്റ്റിക് ഉണ്ടല്ലോ, ആ ക്യാരക്ടറിസ്റ്റിക്സ് 2 ആവുന്നത് ഏതൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ജസ്റ്റ് ഈ n ഏതൊക്കെ റേഞ്ചിൽ വരാമെന്നുള്ള കാര്യം നോക്കാം. അങ്ങനെ ആകുമ്പോൾ n ഏതൊക്കെ റേഞ്ചിൽ വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് = 5² + എന്തോ ബീറ്റ എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ഈ ബീറ്റയുടെ വാല്യൂ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 1 ആവില്ല, പക്ഷേ 5³ അതേപോലെ മാക്സിമം പോയി കഴിഞ്ഞാൽ മിനിമം പോയി കഴിഞ്ഞാൽ 5² അത് ഈ 1 ഈക്വൽ ആവും. കാരണം ബീറ്റ മേ ബി 0 ആവാം എന്നുള്ള കാര്യം അറിയാം. ഓക്കെ, അങ്ങനെ ആവുന്ന സമയത്ത് എന്താണ് 5³ എന്ന് പറഞ്ഞാൽ 6 അല്ല 125 - 25 ദാറ്റ് ഈസ് = 100. അപ്പം
നമ്മുടെ ഈ പറഞ്ഞ എന്നിൻ്റെ വാല്യൂസ് 100 വാല്യൂസ് ആവും. എന്നിന് മാക്സിമം എത്ര വാല്യൂസ് ആവാൻ പറ്റും? 100 വാല്യൂസ് ആവാൻ പറ്റും. സോ ദാറ്റ് ഈ പറഞ്ഞ ലോഗരിതത്തിൻ്റെ വാല്യൂവിലുള്ള ക്യാരക്ടറിസ്റ്റിക് അത് 2 ആവാൻ പറ്റും. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ ആ സമയത്ത് 100 വാല്യൂസ് എവിടെ നിന്ന് തരാം? 25 മുതൽ എക്സ് അല്ലെങ്കിൽ എൻ 25 മുതൽ 100 വരെ എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, 25 മുതൽ 100 വരെ. പിന്നെ നമ്മൾ അടുത്ത കേസ് എടുക്കുന്നത്. അടുത്ത കേസ് എന്താ? അടുത്ത കേസ് ആൽഫ മാറി. ആൽഫ ആരായി? 5 ആയി. എം എന്ന് പറഞ്ഞാൽ അത് 2 ആയി. ദാറ്റ് മീൻസ് ലോഗ് 2 ടു ദ ബേസ് എൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 പ്ലസ് എന്തുള്ള സാധനം. അപ്പോൾ എന്താ കിട്ടുക? എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 2⁵5 പ്ലസ് ആൽഫ ദാറ്റ് അത് മേ ബി 2⁵3 ആവാം. 8 എന്ന് വെച്ചാൽ 8ൻ്റെ ഇടയിൽ. പിന്നെ അതേപോലെ 2⁵3 അല്ല 5 അല്ല സോറി. 2⁵5 6 ആവാം. 64ൻ്റെയും അതേപോലെ 5 എന്ന് പറഞ്ഞാൽ 32 ആവാം. അപ്പോൾ 64 മൈനസ് 32 അല്ലേ പോട്ടെ. ഈ പറഞ്ഞ എന്നിൻ്റെ വാല്യൂ എവിടെ നിന്ന് എവിടം വരെ ആവാം? ഈക്വൽ ടു ഇല്ല കേട്ടോ, കാരണം ആവില്ലല്ലോ. 64ൻ്റെയും അതേപോലെ 32ൻ്റെയും ഇടയിലാവാം എന്നിൻ്റെ വാല്യൂസ് എന്നുള്ള കാര്യം. ഓ എന്നിന് ഐദർ അതാവാ അല്ലെ ഇതാവാം. ഇപ്പോൾ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഇൻ്റഗ്രൽ വാല്യൂ ഓഫ് എൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ 124ൻ്റെ 125ന് ജസ്റ്റ് അടിയിലുള്ള ഇൻ്റഗ്രൽ വാല്യൂ ദാറ്റ് ഇസ് 124. അപ്പോൾ അതാണ് ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമിലർ ക്വസ്റ്റ്യൻ തന്നെ, വളരെ സിമ്പിൾ. അപ്പോൾ ഇത് ഈ പരിപാടി തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ? x² മൈനസ് 2⁻² ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തിൻ്റെ സ്ക്വയറാണ്? 2023 എന്ന് പറഞ്ഞാൽ 45ൻ്റെ സ്ക്വയർ ആണെന്ന കാര്യം അന്ന് അറിഞ്ഞിരിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യൂ? ശരി, x² മൈനസ് 45 അല്ല പോട്ടെ 45 ഹോൾ സ്ക്വയർ എന്നാൽ നമുക്കറിയാലോ. അത് 2023 ദാറ്റ് ഈസ് ഈക്വൽ ടു 2⁻². ഓക്കെ, ഇവിടെ ഒരു മിസ്റ്റേക്ക് കണ്ടിയെന്ന് വെച്ചാൽ 2025 ആണ്, അതാണ് 45യുടെ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യണം 2025 എന്നുള്ളത്. ഇവിടെ നമുക്ക് 2023 ഉള്ളൂ. അപ്പോൾ ഒരു ഹോൾ സ്ക്വയർ രീതിയിൽ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ -2 ചെയ്യും. അപ്പോൾ ഇവിടെ -2 ചെയ്തുകൂടെ? യൂസ് ചെയ്യണം, ബിക്കോസ് ഇക്വേഷൻ്റെ അപ്പുറം എന്തെങ്കിലും ഒരേപോലെ ചെയ്യണം. അപ്പോൾ 2025 ദാറ്റ് മീൻസ് x² മൈനസ് 45 ഹോൾ സ്ക്വയർ എന്ന രീതിയിൽ വരും. ദാറ്റ് മീൻസ് എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 45 ഇൻറ്റു എക്സ് പ്ലസ് 45 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? 2 മേ ബി കോമൺ എടുക്കാം. അപ്പം 2⁻y മൈനസ് 1 എന്ന രീതിയിൽ വരും. ഓക്കെ, ഇതാണ് നമുക്ക് ഈ ഒരു ഫാക്ടർ ഫോമിൽ അല്ലെ മൾട്ടിപ്ലിക്കേഷൻ ഫോമിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പരിപാടി ചെയ്തത്. ഇനി നമുക്ക് ഇനി വേറൊരു ഇൻഫോർമേഷൻസ് ഒന്നും തന്നിട്ടില്ല. എക്സ് വൈയുടെ വാല്യൂസ് കണ്ടെത്താണ്. എക്സ് വൈസ് ഒക്കെ ഇൻറ്റീജേഴ്സ് ആണെന്ന കാര്യം മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഒരു നമ്പറിന്, ഒരു ഇൻറ്റീജർ നമ്പറിന് അല്ലെ നാച്ചുറൽ നമ്പേഴ്സിന് എന്താണ് ഐദർ ഓഡ് അല്ലെങ്കിൽ ഈവൺ എന്നുള്ളൊരു ഓപ്ഷനല്ലേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഞാൻ പറയാണ് ഓക്കെ ശരി, ഫസ്റ്റത്തെ സാധനം എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഇതെടുക്കുകയാണ്. ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ എക്സ് ഈവൺ ആയിട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ എക്സ് ഈവൺ ആവുന്ന സമയത്ത് എക്സിന്ന് ഒരെണ്ണം കുറച്ച് കഴിഞ്ഞാൽ എന്താ? അത് ഓടായിപ്പോൾ. അപ്പോൾ ഇവൻ ഓടായിരിക്കും, അതേപോലെ ഇവനും ഓടായിരിക്കും. കാരണം എക്സിന്ന് കുറച്ച് കൂട്ടിയാൽ എന്തൊക്കെയോ. കാരണം എന്തുകൊണ്ട് ഞാൻ ഇവൻ ഓട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം അറിയാം, ഓഡ് പ്ലസ് ഓർ മൈനസ് ഈവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും ഓടായിരിക്കും. ഫോർ എക്സാമ്പിൾ എന്താണ്? 3 6 9 ഓട്. ഓക്കെ, 3 8 11 ഓട്. കറക്റ്റ് അല്ല, അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇവനും ഓടായിപ്പോയി. ഇനി ഇവൻ ഡെഫിനറ്റ്ലി ഈവണാണ്, കാരണം ഇവൻ ഈ കംപ്ലീറ്റ് ടേം 2 ടൈംസ് എന്തോ സാധനം. അപ്പോൾ ഇവൻ എന്തായാലും ഈവണാണ്. അപ്പോൾ 2 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ കിട്ടുമെന്ന് ഡൗട്ട് ഉണ്ടാവും. അത് ട്രൂ ആണോ ചിന്തിച്ച് നോക്ക്. 2 ഓഡ് നമ്പേഴ്സ് ഞാൻ ചിന്തിക്കും 3 5 8. അപ്പോൾ ഇവർ ആഡ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ട്. 2 ഓഡ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഈവൻ കിട്ടുമോ ഇല്ലയോ എന്ന് ഡൗട്ട് ഉണ്ടാവും. നമുക്ക് ചിന്തിച്ച് നോക്കാം. ഒരു 3 5 15 ഇല്ല, പറ്റൂല. 5 7 35. ഓക്കെ, അപ്പം ഇത് നോട്ട് പോസിബിൾ ആണ്. കാരണം ഇവിടെ റൈറ്റ് സൈഡ് ഈവണും ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓടും. അങ്ങനെ പറ്റൂല, കാരണം രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേറ്റ് ആവുന്നതിൻ്റെ കറക്റ്റ് ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എക്സ് ഈവൺ ആയിരിക്കില്ല, എന്നാൽ പിന്നെ എക്സ് ഓടായിരിക്കും എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ എക്സ് ഓടാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഓഡ് പ്ലസ് ഓഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈവൺ ആണ്. കാരണം 5 3 8 ദാറ്റ് മീൻസ് എക്സ് മൈനസ് 45 അവന് ഈവൺ ആണ്, എക്സ് പ്ലസ് 45 അവനും ഈവൺ ആണ്. അപ്പോൾ ഈവൺ 2 6 12. ഓക്കെ, ഈവൺ ടോട്ടൽ. അപ്പോൾ ഇയാളൊരു ഈവൺ ആയി എന്നുള്ള കാര്യം മനസ്സിലായി. ശരി, അപ്പോൾ 2 പേര് ഈവൺ ആയ കാര്യം മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇവനും ഈവണ. അപ്പോൾ 2 ഈവൻസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അയാൾ 4 on ഡിവിസിബിൾ ആയിരിക്കും. നിങ്ങൾ ചിന്തിച്ച് നോക്കും, 2 × 2 2 ഈവൻസ് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ 4 on ഡിവിസിബിൾ ചെയ്യാൻ പറ്റും. 6 × 2 2 ഈവൻസ് മൾട്ടിപ്ലൈ ചെയ്ത് 12 4 ഡിവിസിബിൾ ആണ്. 8 × 4 32 4 on ഡിവിസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും 2 × 2⁻² മൈനസ് y മൈനസ് 1 റൈറ്റ്. ഈ റൈറ്റ് ഹാൻഡ് സൈഡും സ്വാഭാവികമായിട്ടും ഈവൺ ആവണം, അല്ല എന്താ 4 on 1 4 on ഡിവിസിബിൾ ആവണം. അപ്പോൾ അങ്ങനെ റൈറ്റ് ഹാൻഡ് സൈഡ് ഇനി 4 on ഡിവിസിബിൾ ആവണം.
നമുക്ക് ഒരു കാര്യം അറിയാന്ന് വെച്ചാൽ ഇവൻ എന്തായാലും ഈവൺ ആണ്. ഈവനോ 2 പവറിൽ എന്ത് കൊടുത്താലും അവനൊരു ഈവനാണ്. പക്ഷേ അതിനകത്ത് ഒരെണ്ണം കുറച്ചത് കൊണ്ട് ഇവൻ ഓടാണ്. അപ്പം ഒരു ഈവണം ഒരു ഓട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചിന്തിച്ച് നോക്കുക, ഒരു 3 × 6 18 4 ഓൺ ഡിവിസിബിൾ ആണോ? അല്ലല്ലോ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 4 ഓൺ ഡിവിസിബിൾ ആണ്. റൈറ്റ് ഹാൻഡ് സൈഡും സ്വാഭാവികമായിട്ട് 4 ഓൺ ഡിവിസിബിൾ ആണ്. റൈറ്റ് ഹാൻഡ് സൈഡ് വെറും ഈവൺ ആയാൽ പോരാ, 4 ഓൺ ഡിവിസിബിൾ ആവണം. കാരണം എന്താ, ഒരു 2 ഈവൻസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉള്ളത്. അങ്ങനെയാകുമ്പോൾ ഏത് ഒരു ഓടും ഈവണും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും 4 ഓൺ ഡിവിസിബിൾ ആവുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എങ്ങനെയെങ്കിലും ഈ ഒരു ഇക്വേഷൻ ഇനി സാറ്റിസ്ഫൈഡ് ആവേ പറ്റുള്ളൂ, അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഈ പറഞ്ഞ ടേം എന്താണോ അതെങ്ങനെയെങ്കിലും 0 ആയി പോകണം. അത് 0 ആയി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആണ്. 4 ഓൺ ഡിവിസിബിൾ 0 ഇസ് ഡിവിസിബിൾ ബൈ 4 എന്ന കാര്യം ഒബ്വിയസ് ആണ്. ദാറ്റ് മീൻസ് വൈയുടെ വാല്യൂ എത്ര കിട്ടേണ്ടി വരും? വൈയുടെ വാല്യൂ നമുക്ക് പറയാൻ പറ്റും, അത് എന്താണ്, അത് 0 ആണെങ്കിൽ, വൈയുടെ വാല്യൂ 0 ആണെങ്കിൽ, വൈയുടെ വാല്യൂ 0 അല്ല, വൈയുടെ വാല്യൂ 1 കൊടുക്കുക. 1 ആകുമ്പോൾ 1 - 1 ദാറ്റ് ഇസ് 0. സോ 2 raised to 0 ദാറ്റ് ഇസ് 1. 1 - 1 0. അപ്പം കംപ്ലീറ്റ് 0. ദാറ്റ് മീൻസ് വൈയുടെ വാല്യൂ 1 പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ വൈയുടെ വാല്യൂ 1, അപ്പം വൈയുടെ വാല്യൂ 1 കിട്ടി. അത് മാത്രമല്ല ഇവിടെ എന്താ എക്സ് എന്ന് പറഞ്ഞാൽ അത് ഇയാളും 0 ആണ് അല്ലേ. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇപ്പോൾ 0 എന്ന ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സ്വാഭാവികമായിട്ട് 0 ആണ്. അപ്പോൾ എക്സ് ഇസ് = either 45 or -45. -45 റിജക്റ്റഡ് ബിക്കോസ് എക്സ് ബിലോങ്സ് ടു ഇൻറ്റീജർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 45ഉം വൈയും കിട്ടി. പിന്നെ അവർ എന്താ കണ്ടെത്താൻ പറഞ്ഞത്? 45 + 1 ആണോ? അപ്പോൾ 46 ആണ് ഉത്തരം. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഗിവൻ ദാറ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ഉണ്ട്, അയാൾക്ക് ഒരു റിയൽ റൂട്ട്സും ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അയാൾക്ക് പ്രത്യേകിച്ച് റിയൽ റൂട്ട്സോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ എന്താ മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ ചങ്ങാതിക്ക്, അപ്പോൾ ഒരു മിനിറ്റ്, ആദ്യം റിയൽ റൂട്ട്സ് ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും b² - 4ac ദാറ്റ് ഈസ് <0 എന്ന് പറയാൻ പറ്റും. പറഞ്ഞൂടെ? കറക്റ്റാണ്. സോ b² ദാറ്റ് ഈസ് <4ac എന്ന് പറയുന്നതിന് കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ നമുക്കൊരു കാര്യം, എന്തിൻ്റെ സ്ക്വയർ ആയാലും അത് > എന്തായിരിക്കണം? 0 ആയിരിക്കണം. ദാറ്റ് മീൻസ് നമുക്ക് പറയാൻ പറ്റും b² ഷുഡ് ബി > 0 എന്നാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 4ac ഓൾസോ > 0. സ്വാഭാവികമായിട്ടും, കാരണം ഇയാളിനേക്കാൾ വലുതാണ് 4ac. അതുപോലെ b² ദാറ്റ് ഈസ് > 0. അപ്പോൾ 0-നേക്കാളും വലുതായിരിക്കും 4ac. ഈ ഒരു ഇൻഫോർമേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ ആ ഇൻഫോർമേഷൻ ആവശ്യമുണ്ട്. ഇനി മിസ്റ്റർ എക്സ് എന്താണ് ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ചെയ്ത കാര്യം? മിസ്റ്റർ എക്സിന് റൂട്ട്സ് എന്ത് കിട്ടി? 2ഉം 4 കിട്ടിയിട്ടുണ്ട്. പക്ഷേ അയാൾ എന്താണ് റോങ് വാല്യൂ ഓഫ് a ചെയ്തപ്പോഴാണ് അയാൾക്ക് ഇത് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലായി. മിസ്റ്റർ എയുടെ പ്രകാരം ഇത് തെറ്റായിട്ടുള്ള വാല്യൂസ് ആണ്. അപ്പം ഇയാളുടെ സം ഓഫ് ദി റൂട്ട്സ് ദാറ്റ് ഈസ് 6 എന്ന് പറഞ്ഞാൽ എന്താ -b/a, റൈറ്റ്? സോ -b/a ഇയാൾക്ക് കിട്ടിയ തെറ്റാണ് കേട്ടോ. 6 ഒന്നും അല്ല വേണ്ടത്, കാരണം റൂട്ട്സ് തെറ്റിപ്പോയി. അതേപോലെ c/a എന്ന് പറഞ്ഞാൽ അതാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് റൂട്ട്സ് 8. പിന്നെ ഞാൻ ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് എന്താ കിട്ടിയത്? -b/c ദാറ്റ് ഈസ് = എത്ര കിട്ടും? 6/8 എന്ന് കിട്ടും. ഓക്കെ, സ്വാഭാവികമായിട്ടും. അപ്പം -b/c = 3/4. b/c ദാറ്റ് ഈസ് = -3/4 എന്ന് കിട്ടി. അപ്പം രണ്ട് സാധനങ്ങളുടെ ഡിവൈഡ് ചെയ്തിട്ട് നെഗറ്റീവ് വാല്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ബിയും സിയും ഓപ്പോസിറ്റ് സൈനാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ. അതേപോലെ ഇവിടെ നമുക്കൊരു ഇൻഫോർമേഷൻ എന്ന് വെച്ചാൽ എയും സിയും മൾട്ടിപ്ലൈ ചെയ്ത് അതേപോലെ 4 മൾട്ടിപ്ലൈ > 0 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എയും സിയും സെയിം സൈനാന്ന് പറയാൻ പറ്റും. സെയിം സൈൻ. അപ്പോൾ ബിയും സിയും ഓപ്പോസിറ്റ് സൈനാണ്. ശരി. എയും സിയും സെയിം സൈനാണ് എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും എയും ബിയും എന്തായിരിക്കും? അതും ഓപ്പോസിറ്റ് സൈനാണല്ലോ. അവിടെ നമുക്ക് ഡെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഇൻഫോർമേഷൻ ആണ്. ഇനി മിസ്റ്റർ വൈൻ്റെ പരിപാടി നോക്കാം. മിസ്റ്റർ വൈൻ്റെ നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാം? മിസ്റ്റർ വൈ എന്താ ഇവിടെ ചെയ്തതെന്ന് അല്ലേ? മിസ്റ്റർ വൈ എന്താ ചെയ്തേ നമുക്ക് നോക്കാം. ഈ ചങ്ങ വരുന്നത് ഇയാൾക്കും റൂട്ട്സ് കിട്ടിയിട്ട് -1 കിട്ടിയിട്ടുണ്ട്, 4ഉം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അയാൾ ഏതോ ഒരു ടേമിൻ്റെ സൈന് തെറ്റിച്ച് പോയി എന്നാണ് പറയുന്നത്. ഏതോ ഒരു ടേമിൻ്റെ ബാക്ക് കിട്ടിയ റൂട്ട്സ് -4ഉം 4ഉം ആണ്. അപ്പോൾ അയാൾ ഏതോ ടേം, എ ആയിക്കോട്ടെ, ബി ആയിക്കോട്ടെ, സി ആയിക്കോട്ടെ, അതിൻ്റെ ഏതോ ഒരു ടേമിൻ്റെ സൈൻ അയാൾ തെറ്റിച്ച് പോയി. ശരി, അയാൾ സം ഓഫ് ദി റൂട്ട്സ് എത്ര? അത് 3 ആണ്. സം ഓഫ് ദി റൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് -b/a, റൈറ്റ്? അപ്പോൾ നമുക്കൊരു ഇൻഫോർമേഷൻ കിട്ടിയത് ബിയും എയും എന്താണ്? അത് ഓപ്പോസിറ്റ് സൈനാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ചിന്തിക്കട്ടെ, ഓപ്പോസിറ്റ് സൈഡ് ദാറ്റ് മീൻസ് b/aയുടെ റേഷ്യോ ദാറ്റ് ഈസ് നെഗറ്റീവ്. അങ്ങനെ നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് ദാറ്റ് ഈസ് പോസിറ്റീവ്. ദാറ്റ് മീൻസ് നമുക്ക് ഇവിടുന്ന് കിട്ടിയ സം ഓഫ് ദി റൂട്ട്സ് എന്ന് പറഞ്ഞ സാധനം അത് കറക്റ്റ് ആയിരിക്കും അല്ലേ? കാരണം വെച്ചാൽ ഇയാൾ എന്താ വാല്യൂസിലൊരു വ്യത്യാസം വരുത്തിയിട്ടില്ല, പക്ഷേ അയാൾ സൈനിലാണ് തെറ്റിച്ചത് ഏതോ ഒരു ടേമിൻ്റെ. അപ്പോൾ അയാൾ നമുക്ക് ഈ തെറ്റുന്നുണ്ടെങ്കിൽ അയാൾ സൈൻ്റെ കാര്യങ്ങൾക്ക് മാത്രമേ തെറ്റുള്ളൂ, അല്ലാണ്ട് വാല്യൂസ് കാണാൻ തെറ്റില്ല. അപ്പോൾ 3 എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് അത് കറക്റ്റാണ്, പക്ഷേ ഈ സൈന് പ്രകാരം കറക്റ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഇവിടുത്തെ ഇൻഫോർമേഷൻസ് എല്ലാം കറക്റ്റാക്കി വെച്ചപ്പോൾ നമുക്ക് കിട്ടിയത് ഇവിടെ പോസിറ്റീവ് തന്നെ വരുന്നത്. ദാറ്റ് മീൻസ് എന്താണ്? അയാൾ ബിയും എയും എല്ലാം കറക്റ്റായിട്ടാണ് ചെയ്തതെന്ന് കാര്യം മനസ്സിലായി. അപ്പോൾ അയാൾ എന്തായി? ബിയുടെയും എയുടെയും കറക്റ്റാണ്. അപ്പം ഈ പറഞ്ഞ സം ഓഫ് ദി റൂട്ട്സ് അത് 3 ആണെന്നുള്ള കാര്യം ഓക്കെ. പിന്നെ ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദാറ്റ്സ് -4 എന്ന് പറഞ്ഞാൽ എന്താ? c/a എന്നുള്ള കാര്യം. അപ്പം സിയും എയും സെയിം ഡയറക്ഷൻ ആണല്ലോ. അതിന് രണ്ട് സെയിം സൈൻ. അപ്പോൾ രണ്ട് സെയിം സൈൻ ആണെങ്കിൽ നെഗറ്റീവാണ്. അപ്പോൾ
അപ്പോൾ ഇത് തെറ്റിപ്പോയി, ഇത് തെറ്റി എന്നുള്ള കാര്യം. അപ്പോൾ നമുക്കൊരു കാര്യം ആയിട്ട് എയും ബിയും കറക്റ്റായിട്ടാണ് വരുന്നത്, അതിൻ്റെ സൈനും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, സൈനും കാര്യം മാത്രമല്ല വാല്യൂസും കറക്റ്റ്, അതുകൊണ്ടാണ് ഇവിടെ കറക്റ്റായിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആവുന്നത്. ഇവിടെ സി മാത്രമായിരിക്കും, സീൻ്റെ സൈനായിരിക്കും മേ ബി തെറ്റിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കാരണം വെച്ചാൽ ഇവിടെ എ കറക്റ്റാന്ന് മനസ്സിലായി, ഓക്കെ, അത് എവിടെ നിന്ന് മനസ്സിലായി, ഇവിടെ നിന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഇവിടെ നെഗറ്റീവിൻ്റെ പ്രോബ്ലംസ് ആരെ ക്രിയേറ്റ് ചെയ്യേണ്ടാവുക, സി ആയിരിക്കും അല്ലേ. അപ്പോൾ സിയുടെ സൈൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി മൈനസ് സി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ മൈനസ് സി ബൈ എ ദാറ്റ് ഇസ് ഈക്വൽ ടു -4 എന്നായിരുന്നു വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സി ബൈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4 ആണെന്നുള്ള കാര്യം മനസ്സിലായി. ദാറ്റ് മീൻസ് നമുക്ക് ആക്ച്വൽ ആയിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ റൂട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടി. അല്ല, സി ബൈ എ നമുക്ക് റിയൽ സി ബൈ എ കിട്ടി, അതേപോലെ റിയൽ മൈനസ് ബി ബൈ എ കിട്ടിയിട്ടുണ്ട്, ദാറ്റ് ഈസ് 3. സോ ഇവിടുന്ന് നമുക്ക് പറയാൻ പറ്റും -b/3 ഇസ് ഈക്വൽ ടു എ, അല്ലെങ്കിൽ പോട്ടെ -b ഇസ് ഈക്വൽ ടു 3a എന്ന് കിട്ടും. ഒന്ന് ലാസ്റ്റ് കണ്ടെത്താൻ പറയുന്നത് 2b + 3c കണ്ടെത്താനാണ് പറയുന്നത്. ഇവിടുന്ന് b ഇസ് ഈക്വൽ ടു 3a മൈനസ് കിട്ടും. അപ്പോൾ 2b എന്ന് പറഞ്ഞാൽ -6a പ്ലസ് ഇവിടുന്ന് c ഇസ് ഈക്വൽ ടു 4a കിട്ടും. അപ്പം 2b + 3c ആണ് കണ്ടെത്താൻ പറയുന്നത്. അപ്പോൾ 3c എന്ന് പറഞ്ഞാൽ 12a ഹോൾ ഡിവൈഡഡ് ബൈ a ആണ് കണ്ടെത്താൻ പറയുന്നത്. ഓക്കെ, സോ ആ ലാസ്റ്റ് കട്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. 6a/a ദാറ്റ് ഈസ് ലാസ്റ്റ് ആൻസർ 6 ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് പരിപാടി. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്, ഇത് ഇമ്പോർട്ടൻറ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കേണ്ട പോയിൻറ്റ്സ് ആണ്. A1 ഓക്കെ, ബി സിയും ഇൻറ്റീജേഴ്സ് ആണ്, ഡി സ്ക്വയർ ഓഫ് ഇൻറ്റീജർ ഓക്കെ, എന്ന് വെച്ചാൽ ഡി എന്ന് പറയുക പെർഫെക്റ്റ് സ്ക്വയർ ആണ്, അത് മാത്രം മനസ്സിലാക്കിയാൽ പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ നമ്മൾ റൂട്ട്സ് ഇൻറ്റീജർ ആണെന്ന കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഇൻഫോർമേഷൻ, ഇതൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഇതിൽ പ്രൂവും കാര്യങ്ങളൊന്നും പിന്നെ നോക്കാം നമുക്ക്. പിന്നെന്താ എ ബി സി ഇൻറ്റീജേഴ്സ് ആണ്, ഓക്കെ, ഐ മീൻ റാഷണൽസ് ആണ്. പിന്നെ ഡി സ്ക്വയർ അല്ല, ഒരു നേരത്തെ നമ്മൾ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്, പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ നമുക്ക് എന്താ പറയാൻ റാഷണൽ ആയിരിക്കും നമ്മുടെ റൂട്ട്സ്. പക്ഷേ ഡി സ്ക്വയർ അല്ല, പക്ഷേ ഡി ഗ്രേറ്റർ ദാൻ 0 ആണ് പോലും. അപ്പോൾ ദ റൂട്ട്സ് ആർ ഇറാഷണൽ, അത് ഒബ്വിയസ് ആണ്, റൂട്ട്സ് എന്തായാലും ഇറാഷണൽ, കാരണം ഡി പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ റാഷണൽ ആവും. അപ്പോൾ ഡി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരു റൂട്ട് എന്ന് പറഞ്ഞ ദിവസമാണ്. അപ്പോൾ ടോട്ടലായിട്ട് ഒരു ഇറാഷണൽ ആയിട്ട് ഒരു റൂട്ട്സ് ആയിരിക്കും നമുക്ക് കിട്ടുക സൊല്യൂഷൻ. ഓക്കെ, ഇപ്പോൾ റൂട്ട്സ് ആറിൻ്റെ ഫോം എങ്ങനെയാണ്, p+q√q എന്നുള്ള ഫോമിലോ അതേപോലെ p-√q എന്നുള്ള ഫോമിലായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എയും ബിയും സിയും റാഷണൽ ആയിരിക്കണം എന്നുള്ള നിർബന്ധമാണ്, അല്ലാണ്ട് എയും ബിയും സിയും റാഷണൽ അല്ല. നോക്കിക്കോ, ഇവിടെ നമുക്ക് കിട്ടി ഈ ഒരു സ്ഥാനത്ത് നമുക്ക് എന്താ കിട്ടിയ √2 എന്താണ്, ഇത് രണ്ട് സൊല്യൂഷൻസ് ആണ്, √2 2 + √3. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വലുതാക്കി ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെയുള്ള എയും ബിയും സിയും അത് റാഷണൽസ് അല്ല, അത് ഇറാഷണൽസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇറാഷണൽസിൻ്റെ റൂട്ട്സ്, ഇറാഷണൽസ് എ ബി സി ഇറാഷണൽ ആവുന്ന സമയത്ത് നമുക്ക് റൂട്ട്സ് എന്താ പറയുക, ഇങ്ങനെ 3 + √3 അല്ലെങ്കിൽ 3 - √3 അങ്ങനെ കോൺജുഗേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ട്, ഇല്ല, നമുക്ക് ഓപ്പോസിറ്റ് ആ രീതിയിൽ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ എ ബി സി അത് മൂന്നും റാഷണൽ ആവണം, പോരായിട്ട് ഡി ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന റൂട്ട്സ് ഈ രീതിയിൽ ഇങ്ങനെ 3 + √7 ആണെങ്കിൽ അടുത്തത് 3 - √7 ആ രീതിയിലേക്കും കിട്ടുന്ന കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അത് നമ്മൾ വിളിക്കാൻ സേർഡ്സ് എന്നാണ് കേട്ടോ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, എ ബി സി റാഷണൽ ഒരു 1 റൂട്ട് ഇസ് √3 + 2. ഓക്കെ, അപ്പോൾ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 2 + √3 എ ബി സി റാഷണൽ ഒരു, പിന്നെ എന്താണ് ഡി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 2 - √3 ആയിരിക്കും അടുത്ത റൂട്ട് എന്നുള്ള കാര്യം സിമ്പിളാണ്. ഓക്കെ, ഇഫ് 1 റൂട്ട് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഓഫ് √3. ഓക്കെ, ഇവിടെ നമുക്ക് ഇൻഫോർമേഷൻ സഫീഷ്യൻ്റ് ആണ്, ഇൻസഫീഷ്യൻ്റ് ആണ്. എ ബി സി റാഷണൽ ആണോ ഇറാഷണൽ ആണോ പറഞ്ഞില്ല, ഇറാഷണൽ ആണെങ്കിൽ നമുക്ക് ഇത് കോൺജുഗേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള അടുത്ത റൂട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കുക. ഇനി അടുത്ത വെച്ചാൽ എ ബി സി ഓക്കെ, അവർ മൂന്നാൾ റിയൽ നമ്പേഴ്സ്, നേരത്തെ റാഷണൽസ് പറ്റിയാണ്. ഇപ്രാവശ്യം എ ബി സി അവർ മൂന്നാൾ റിയൽ നമ്പേഴ്സ്, എ ബി സി ഇൻ ദ കോഫിഷ്യൻസ് ഓഫ് ദാറ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, അവർ മൂന്നാളും റിയൽ നമ്പേഴ്സ് ആണ്, പോരായിട്ട് നമ്മൾ ഡി ഡിസ്ക്രിമിനൻ്റ് അവൻ 0, ദാറ്റ് മീൻസ് ഇനി ഇമാജിനറി ആയിട്ടുള്ള റൂട്ട്സ് കിട്ടാൻ. ഓക്കെ, ആ ഇമാജിനറി റൂട്ട്സിന് പ്രത്യേകത വെച്ചാൽ അവർ കോൺജുഗേറ്റഡ് ആയിട്ടുള്ള പെയർസ് ആയിരിക്കും കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ p-iota-q ആണെങ്കിൽ അടുത്തത് p+iota-q ആയിരിക്കും റൂട്ട്. അപ്പോൾ രണ്ട് റൂട്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെ. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഓക്കെ, എവറി ഓഡ് ഡിഗ്രി പോളിനോമിയൽ അടുത്തൊരു പോയിന്റ് ആണ്, എവറി ഓഡ് ഡിഗ്രി പോളിനോമിയൽ. ഓക്കെ, ഓഡ് ഡിഗ്രി പോളിനോമിയൽ നമുക്ക് എന്താ പറയുക 3 റൂട്ട്സ് ഉണ്ടാവും, അക്കോർഡിംഗ് ടു മൾട്ടിപ്ലിസിറ്റി റൂൾ കാരണം 3 റൂട്ട്സ് ഉണ്ടാകുന്ന കാര്യം ഒബ്വിയസ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓഡ് ഡിഗ്രി പോളിനോമിയലിൽ എന്താണ് ഒരു റിയൽ റൂട്ടെങ്കിലും നിർബന്ധമാണ്. ഒരു ഓഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഒരു ലീനിയർ ഇൻറ്റു ഒരു ക്വാഡ്രാറ്റിക് ആണ് ഒരു ഓഡ് ഡിഗ്രി പോളിനോമിയൽ. അപ്പോൾ ആ ക്വാഡ്രാറ്റിക്കിൻ്റെ കേസിൽ അഥവാ ഇമാജിനറി റൂട്ട്സ് വരുന്നുണ്ടെങ്കിൽ, എനിക്ക് ഉറപ്പൊന്നുമില്ല ഇമാജിനറി റൂട്ട്സ് വരുന്നുണ്ടെന്ന്, അഥവാ ഇമാജിനറി റൂട്ട് വരുന്നുണ്ടെങ്കിൽ ഇമാജിനറി റൂട്ട്സ് സ്വാഭാവികമായിട്ടും എന്താണ് ഇങ്ങനെ പെയർ ആയിട്ടാണ് വരാൻ, അല്ലേ, പെയർ ആയിട്ടാണ് വരാൻ. അപ്പോൾ അങ്ങനെ പെയർ ആയിട്ട് ഇമാജിനറി റൂട്ട്സ് വരുന്ന സമയത്ത് പിന്നെ ലാസ്റ്റ് ഒരു റൂട്ടാണ് ബാക്കി ഉണ്ടാവുള്ളൂ, കാരണം ലീനിയറിന് ഒരു റൂട്ടല്ലേ ഉണ്ടാവും, ക്വാഡ്രാറ്റിക്കിന് 2 റൂട്ട്സ് ഇമാജിനറിയാണ്, ഇപ്പോൾ 2 പെയർ ആയിട്ട് പോയി, പിന്നെ ഒരു റൂട്ട് ലീനിയറിനുണ്ട്. അപ്പോൾ ഒരു റൂട്ട് ലീനിയറിനുണ്ടെങ്കിൽ അയാൾ ഇനി ഇമാജിനറി ആവാൻ ഒരു സാധ്യതയില്ല, കാരണം ഇമാജിനറീസ് പെയർ ആയിട്ട് വരുന്നുള്ളൂ. അപ്പം ഇനി ലാസ്റ്റുള്ള ആൾ എന്തായിരിക്കും, റിയൽ റൂട്ടായിരിക്കും.
ഇനി ആശീഷ് സാറിൻ്റെ ഒരു കോൺസെപ്റ്റാണ് എന്താണ്, ഇഫ് എ പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട് ഓഫ് ഓക്കെ ഒരു പ്രോഡക്റ്റ് ആണ് എന്താ എ ബി സി ഇതൊക്കെ റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ ഇനി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റൂട്ട് എന്താണ് പ്രോഡക്റ്റ് ഓഫ് ദാറ്റ് റൂട്ട്സ് ദാറ്റ് മീൻസ് ആൽഫ ഇൻറ്റു ബീറ്റ. ഓക്കെ രണ്ട് റൂട്ടാണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത് എന്താണ് അത് അഥവാ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷന് റൂട്ട്സ് എപ്പോഴും റിയൽ ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ കാരണം വെച്ചാൽ വിചാരിച്ചു നോക്ക് സി ബൈ എ അത് നെഗറ്റീവ് ആണെങ്കിൽ പ്രോബ്ലി സി അല്ലെ എ നെഗറ്റീവ് ആയിരിക്കും അല്ലേ. അപ്പോൾ സി നെഗറ്റീവ് ആയാലും എ നെഗറ്റീവ് ആയാലും നമുക്കറിയാം ബി സ്ക്വയർ മൈനസ് 4 × A × C എന്നല്ലേ. അപ്പോൾ 4 × A × C ഏതെങ്കിലും ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ബി സ്ക്വയർ മൈനസ് പ്ലസ് ആവും. ഓക്കെ പ്ലസ് ആവും. അപ്പോൾ റൂട്ടിനുള്ള സാധനം എന്തായാലും പോസിറ്റീവ് ആവും. അതുകൊണ്ട് നമുക്ക് അത് എപ്പോഴും പറയാൻ പറ്റും റിയൽ റൂട്ട്സ് ആണ്. റൂട്ടിനുള്ള സാധനം ഒരിക്കലും നെഗറ്റീവ് ആവില്ല. ആ ഒരു കാരണത്താലാണ്. ഓക്കെ ഇനി അടുത്ത വെച്ചാൽ A+B+C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന് A+B+C അഥവാ 0 ആണെങ്കിൽ ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ 1 C/A അങ്ങനെ കിട്ടിയേ നോക്കി നോക്കാം. ഇവിടെ ഞാൻ എന്ത് എക്സിന് എന്ത് കൊടുക്കും, ഞാൻ എക്സിന് എന്ത് കൊടുക്കാൻ എന്ന് ചോദിക്കാം. എക്സിന് 1 കൊടുത്തു നോക്കാം. അപ്പോൾ A+B+C ഓക്കെ A+B+C 0 എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് എക്സിന് ഞാൻ 1 കൊടുത്തപ്പോൾ ഈ പറഞ്ഞ സംഭവം സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് 1 എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷനാണ്. ഓക്കെ ദാറ്റ്സ് ഓക്കെ. ഇനി ഇതിൻ്റെ പ്രൊഡക്ട്സ് ഓഫ് ദി റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടാൻ ഒരെണ്ണം നമുക്ക് 1 ആണെന്ന് കിട്ടി. ഇപ്പോൾ പ്രൊഡക്ട്സ് ഓഫ് ദി റൂട്ട് അപ്പോൾ ഒരെണ്ണം 1 മറ്റേത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ ബീറ്റ എന്ന് വിളിക്കുകയാണ്. അടുത്ത റൂട്ടിനെ എനിക്ക് അറിഞ്ഞൂടാ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാൻ പറ്റും C/A. ദാറ്റ് മീൻസ് അടുത്ത റൂട്ട് ഈസ് ഈക്വൽ ടു C/A. ഒബ്വിയസ്ലി കണ്ടെത്തിയില്ലേ. ഡൺ. അടുത്ത് A-B- ഓക്കെ ഈ പറഞ്ഞത് 0 ആണെങ്കിൽ ഈ പറഞ്ഞ ഫംഗ്ഷൻ അല്ല പോളിനോമിയലിൻ്റെ റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവിടെ ഞാൻ -1 കൊടുത്ത പോലെ -1 കൊടുത്തു കഴിഞ്ഞാൽ A-B+C എന്ന് ദാറ്റ് ഈസ് 0 എന്ന് ഇവിടെ തന്നിന്. ദാറ്റ് മീൻസ് ഈ -1 എന്നാൽ ഇതിൻ്റെ സൊല്യൂഷനാണ്. ദാറ്റ് മീൻസ് -1 × ബീറ്റ ദാറ്റ് ഈസ് പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് അതെന്ന് പറഞ്ഞാൽ C/A ആവണം. ദാറ്റ് മീൻസ് രണ്ടാമത്തെ റൂട്ട് എന്ന് പറഞ്ഞാൽ -C/A ആണ്. അപ്പോൾ -1ഉം -C/A രണ്ട് റൂട്ട്സ് ആയിട്ടാണ്. ഓക്കെ അപ്പോൾ ഈ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതെങ്ങനെ ചെയ്യാം. ഇതൊന്ന് നോക്കി ഉള്ളിലുള്ള സാധനങ്ങൾ ഇവനെല്ലാം ഒന്ന് ആഡ് ചെയ്ത് നോക്കി. ഇവനെ A ഇവനെ B ഇവനെ C എന്ന് വിളിക്കുകയാണ് ഞാൻ. അപ്പം Q - R + R - P + P - Q R P ഡൺ. ഇപ്പോൾ ഇത് 0 ആവുന്നുണ്ട്. ദാറ്റ് മീൻസ് ടോട്ടൽ ഇവന് P × Q - R ആയാലും PQ - PQ ആണ് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ദാറ്റ് മീൻസ് ഇവരുടെ കോഎഫിഷ്യൻസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ A+B+C = 0 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ എന്താണ് ഫസ്റ്റത്തെ റൂട്ട് എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ഇതിൻ്റെ റൂട്ട് 1. അപ്പോൾ എനിക്ക് എന്ത് എഴുതാൻ പറ്റും, ഒരു പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് ദാറ്റ് ഈസ് 1 × C/A. സോ C/A. ഓക്കെ ഇവിടെ ഒരു ഇൻഫോർമേഷൻ നമ്മൾ കംപ്ലീറ്റ് മറന്നുവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം A+B+C 0 ആണ്. ദാറ്റ് മീൻസ് ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ 1 എന്നുള്ള കാര്യം മനസ്സിലായി. ഓക്കെ അടുത്ത റൂട്ട് ഇവർക്ക് ഒരു റൂട്ടേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് അടുത്ത റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 നമുക്കറിയാം. ഒരു റൂട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു ഇക്വേഷൻ മാത്രം പ്രകാരം ഒരു റൂട്ട് 1ഉം C/A ദാറ്റ് ഈസ് P - Q R × P - Q / P × Q - R അത് 1 ആവണം. അത് രണ്ടാമത്തെ റൂട്ടാവണം. അപ്പോൾ അവർ രണ്ടാൾ ഈക്വൽ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് 1 ഈസ് ഈക്വൽ ടു R × P - Q ഹോൾ / P × Q - R. ഓക്കെ അങ്ങോട്ട് കൊണ്ടുപോവാം. സോ PQ - PR ദാറ്റ് ഈസ് ഈക്വൽ ടു RP - RQ. ശരി പീനെ ഒറ്റക്കാക്കുന്ന പരിപാടിയാണ് ഇവിടെ കാണപ്പെടുന്നത്. എന്താ ചെയ്യാം, ഇവിടെ നമുക്ക് കിട്ടും 2PR ദാറ്റ് ഈസ് ഈക്വൽ ടു PQ - RQ. അപ്പം ലാസ്റ്റ് 2/Q എന്നാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കംപ്ലീറ്റ് PQR കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എന്താ കിട്ടുക, ഇവിടെ ലാസ്റ്റ് Q മാത്രം വരും. സോ 2/Q ദാറ്റ് ഈസ് ഈക്വൽ ടു P - R എന്ന് കിട്ടും. സോറി ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇത് PQR ആണല്ലോ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇവിടെ PQR വേണം. അപ്പം ഇവിടുന്ന് PQ പോയി. അപ്പം 1/R - 1/P എന്ന രീതിയിൽ കിട്ടും. അത് കറക്റ്റാണ്. ഇവിടെ പ്ലസ്സാണ് വേണ്ടത് ഇക്വേഷൻ. ഇവിടെ നോക്കിയാൽ ഇങ്ങോട്ട് പോയപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇത് പ്ലസ് ആയില്ലേ. ശരി അപ്പോൾ പ്ലസ്സാണ് വേണ്ടത്. കറക്റ്റാണ്. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഇതാ രണ്ട് ഈക്വൽ റൂട്ട്സ് ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഒബ്സർവേഷൻ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ ഇത് പ്ലസ് ഇത് 0 ആവുന്നത് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പരിപാടി ചെയ്യാം. എന്താ പരിപാടി, ആ പരിപാടി നമ്മൾ ഡിസ്ക്രിമിനൻറ്റ് 0 ആയിട്ട് എടുക്കും. സോ ഡിസ്ക്രിമിനൻറ്റ് ദാറ്റ് ഈസ് B² - 4AC ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അത് എക്സ്പാൻഡ് ചെയ്യും, ഉള്ളിൽ എക്സ്പാൻഡ് ചെയ്യും, ഇതൊക്കെ ചെയ്യും. ഇനി എന്ത് ചെയ്യും, P² - Q. അപ്പോൾ നമ്മളിനി ചെറിയ മാത്തമാറ്റിക്കൽ മാനിപ്പുലേഷൻ നടത്തണം. PQ - PR + PR വലിയ വ്യത്യാസമൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ PQ - PR - QR - ആ രീതിയിൽ എഴുതിയിട്ടുണ്ട്. അന്നേരം ഇടയ്ക്കിടയ്ക്ക് കാണുന്ന സാധനങ്ങൾ മാത്രം ഇവനെ ഞാൻ PQ - PR അത് ഇടയ്ക്ക് കാണുന്നുണ്ട്, ഇവന് കാണുന്നുണ്ട്, 2 പ്രാവശ്യം കാണുന്നുണ്ട്. ഓക്കെ
പി ക്യൂ മൈനസ് അപ്പോൾ സാറിന് പി ക്യൂ മൈനസ് പി ആറിനെ എം എന്ന് വിളിച്ചു, പി ആർ മൈനസ് ക്യൂ ആർ ഓനെ എൻ എന്ന് വിളിച്ച്. അപ്പോൾ പി ആർ മൈനസ് ക്യൂ ആർ ഇതാ ഇവൻ എം, ഇവൻ എൻ, ഇവൻ എം. ആ രീതി കിട്ടി, സുഖമായിട്ട് സോൾവ് ചെയ്യാം. ഉത്തരം എം ഇസ് ഇക്വൽ ടു എൻ. എം എന്ന് പറഞ്ഞാൽ ആരെ എഴുതും, പി ക്യൂ മൈനസ് പി ആർ ദാറ്റ് ഇസ് ഇക്വൽ ടു പി ആർ മൈനസ് ക്യൂ ആർ. അത് നേരത്തെ നമ്മൾ ഇവിടെ നിന്ന് എത്തിയ ആ ഇക്വേഷനിലേക്ക് എത്തി. ഡൺ. അടുത്ത ക്വസ്റ്റ്യൻ ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആണ്. ശരി, ഹൂസ് റൂട്ട്സ് എന്താണെന്ന് വെച്ചാൽ ഇതാ അടുത്തൊരു നമ്മളോട് അടുത്ത് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അടുത്ത കണ്ടെത്താനാണ് പറയുന്നത്. ഹൂസ് റൂട്ട്സ് ആർ ദിസ് ആൻഡ് ദിസ്. രണ്ട് റൂട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ ഈ റൂട്ട്സിൻ്റെ പ്രത്യേകത ഇതെന്ന് പറഞ്ഞാൽ സിമെട്രിക് റൂട്ട്സ് ഒന്നുമല്ല. നമുക്ക് ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ എന്താണ് ഇങ്ങനെ രണ്ടിന് സം ഓഫ് ദി റൂട്ട്സ് എങ്ങനെ കണ്ടെത്താം, ഇത് രണ്ടും ആഡ് ചെയ്യുക. അന്നേരം ആ സം ഓഫ് ദി റൂട്ട്സ് നമുക്കറിയാം എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് ദി റൂട്ട്സ് എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് എന്ന് പറഞ്ഞാലാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ. ആ ഒരു സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ സം ഓഫ് ദി റൂട്ട്സ് ഇവിടെ കൊടുക്കുക. അന്നേരം നമുക്ക് സം ഓഫ് ദി റൂട്ട്സും പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സും നമുക്ക് എന്താ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണ്ടെത്താം. പക്ഷേ ഇതിൻ്റെ സം എടുക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് അൺസിമെട്രിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ എന്താ ഒരുമാതിരി ഫംഗ്ഷൻസ്. നമ്മൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഞാനിപ്പോൾ ആൽഫ കൊടുത്തതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഇക്വേഷൻ ആൽഫ സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ട് ആൽഫ റൂട്ട് ആയത്. സോ ആൽഫ സ്ക്വയർ മൈനസ് 2 ആൽഫ പ്ലസ് 5 ദാറ്റ് ഇസ് ഇക്വൽ 0. സ്വാഭാവികമായിട്ടും ബീറ്റ സ്ക്വയർ മൈനസ് 2 ബീറ്റ പ്ലസ് 5 ഇക്വൽ 0. ഇത് 0 എന്നുള്ള കാര്യം അറിയാം. ഓക്കെ, പക്ഷേ അതിപ്പോൾ ഞാൻ 0 എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നില്ല. ഞാൻ ഈ കംപ്ലീറ്റ് ഇക്വേഷൻ നമുക്ക് എന്ത് ഈ ഒരു എന്താ സാധനത്തിന് നമുക്ക് എന്ത് കൊടുത്തു കഴിഞ്ഞാലും ഡിവൈഡ് ചെയ്യാലോ. അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ ആൽഫ ക്യൂബ് പ്ലസ് ആൽഫ സ്ക്വയർ മൈനസ് ആൽഫ ഡിവൈഡ് ബൈ 2 ഞാൻ ഈ പറഞ്ഞ ടേമാണ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളായിരിക്കും ഡിവൈഡ് ബൈ 0 പോസിബിൾ അല്ലല്ലോ. പക്ഷെ അങ്ങനെ നമ്മൾ ആക്ച്വലി ഈ പറഞ്ഞ വാല്യൂ എല്ലാ സ്ഥലത്തും 0 ആവുന്നില്ല. അതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഫംഗ്ഷനിൽ നമ്മൾ ആൽഫ ഇട്ട് കൊടുക്കുമ്പോഴാണ് 0 ആവുന്നത്. ബിക്കോസ് ആൽഫ എന്ന് പറഞ്ഞത് അതിൻ്റെ റൂട്ട് ആയതുകൊണ്ട്. പക്ഷേ അതിൻ്റെ മുമ്പേ ഈ അങ്ങനെ ഫംഗ്ഷന് 0 അല്ലല്ലോ, കാരണം ഈ ക്വാഡ്രാറ്റിക്കിനെ വെച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ഇതായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടാ, ആൽഫ പ്ലസ് 3 ഇൻറ്റു ആൽഫ സ്ക്വയർ മൈനസ് 2 ആൽഫ പ്ലസ് 5 ദാറ്റ് ഇസ് ഇക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും, നമ്മൾ ഈ പറഞ്ഞ സാധനം അല്ലേ ആ പറഞ്ഞ ടേമിനെ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. പ്ലസ് 1 കൂടി ഉണ്ടല്ലോ, 1 പ്ലസ് എന്താ 7 ആയത് 7. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വലിയ ടേം ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് ചെറിയ ടേംസുകളാക്കി മാറ്റി. ഇനിയാണ് 0 എന്നുള്ള കാര്യം നമ്മൾ അറിയാൻ പോകുന്നത്. ആൽഫ സ്ക്വയർ മൈനസ് 2 ആൽഫ പ്ലസ് 5 എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആൽഫ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവൻ്റെ റൂട്ട്സ് ആണ്. സോ ഇതിൽ ആ വാല്യൂ ഇട്ട് കൊടുത്തപ്പോൾ അത് 0 ആയി വരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ടേം കംപ്ലീറ്റ് 0 ആയി പോയി. പിന്നെ ബാക്കിയുള്ളത് 7 ആണ്. ദാറ്റ് മീൻസ് ഈ പറഞ്ഞ കംപ്ലീറ്റ് ടേം എന്ന് പറഞ്ഞാൽ വലിയ വമ്പൻ ടേം എന്ന് പറഞ്ഞാൽ അത് 7 എന്നുള്ള കാര്യം കിട്ടി. ഓഹോ കൊള്ളാമല്ലോ. അപ്പോൾ വലിയ ടേം 7 എന്നുള്ള കാര്യം കിട്ടി. അതേപോലെ സിമിലർലി ബീറ്റയുടെയും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റയുടെയും ആ വലിയ ടേം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടാൻ, ബീറ്റയുടെ വലിയ ടേം 5 കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടും രണ്ട് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ 7ഉം 5ഉം ആണ്. സം ഓഫ് ദി റൂട്ട്സ് ദാറ്റ് ഈസ് 12. സോ എക്സ് സ്ക്വയർ മൈനസ് 12 എക്സ് എന്ന് എഴുതാം പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട് ദാറ്റ് 35. അപ്പോൾ നമുക്ക് എന്താ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി ഡൺ. അടുത്ത ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇക്വേഷൻ്റെ ഇതാണ്. ഫൈൻഡ് ദി വാല്യൂ ഓഫ് ഈ ചങ്ങ ഇപ്പോൾ പ്ലസ് 11 ഒക്കെ കാണുന്നുണ്ട്. ഞാനൊന്ന് ആൽഫൈൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടല്ലോ, ആൽഫ ഇട്ട് കൊടുക്കും. ബിക്കോസ് ആൽഫൈൻ്റെ ഇക്വേഷൻ്റെ റൂട്ട്സ് ആണ്. അപ്പോൾ എനിക്ക് ഇട്ട് കൊടുത്താൽ ആ ഫംഗ്ഷൻ വാല്യൂ കറക്റ്റ് തന്നെ വരാം. സോ ആൽഫ സ്ക്വയർ പ്ലസ് 11 മൈനസ് ആൽഫ ദാറ്റ് ഈക്വൽ 0. ഓക്കെ ദാറ്റ്സ് ഗുഡ്. ഒന്നുകൂടി ആൽഫ സ്ക്വയർ പ്ലസ് 11 ഇസ് ഈക്വൽ ടു ആൽഫ. ഓക്കെ ശരി. ഇവിടെ 3 ആൽഫ ക്യൂബ് എന്നൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ, അതൊരു അല്ലേ പോട്ടെ. ആൽഫ സ്ക്വയർ മൈനസ് ആൽഫ മൈനസ് 11 അങ്ങനെ എഴുതാമല്ലോ. 3 ആൽഫ ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ഇക്വേഷനാ 3 ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. 3 ആൽഫയോട് ദാറ്റ് മീൻസ് 3 ആൽഫ ക്യൂബ് മൈനസ് 3 ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 11 3 ദാറ്റ് ഈസ് 33. സോ 33 ആൽഫ എന്നുള്ള ഇൻഫോർമേഷൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. ഓക്കെ സിമിലർലി ബീറ്റക്കും ഇതേ പരിപാടി വരുന്നുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിച്ചോളേ. സോ ബീറ്റക്ക് എന്താ 3 ബീറ്റ ക്യൂബ്, നമ്മൾ ബീറ്റക്ക് ഇതിന് വാല്യൂ ഇട്ട് കൊടുത്താൽ 3 ബീറ്റ ക്യൂബ് മൈനസ് 3 ബീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 33 ബീറ്റ എന്നുള്ള കാര്യം കിട്ടി. ഓക്കെ ഈ രണ്ട് ഇൻഫോർമേഷൻസ് ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കി. നമ്മളോട് ഇതിൻ്റെ വാല്യൂ കണ്ടെത്താൻ പറയാം. 3 ആൽഫ ക്യൂബ് മൈനസ് 3 ആൽഫ സ്ക്വയർ ദാറ്റ് ഈസ് മൈനസ് 33 ആൽഫ അറിയാം, പ്ലസ് ഇതാണെങ്കിലോ ഈ പറഞ്ഞ ടേം ദാറ്റ് ഈസ് മൈനസ് 33 ബീറ്റ അറിയാം. ഓക്കെ പിന്നെ ബാക്കി പ്ലസ് 11 ആൽഫ അറിയാം. ശരി. സോ 11 ആൽഫ എത്ര കിട്ടും, ദിസ് ഈസ് ഇവിടെ ഒരു ചെറിയ മാത്തമാറ്റിക്കൽ മാനിപ്പുലേഷൻ അവർ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ എക്സ്ട്രാ ഒരു മൈനസ് നമുക്ക് മൈനസ് 33 ആൽഫാൻ എങ്ങനെ എഴുതാം, മൈനസ് 11 പ്ലസ് മൈനസ് 22 എന്ന രീതിയിൽ എഴുതാം. അപ്പോൾ ആ രീതിയിൽ എഴുതിയപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കംപ്ലീറ്റ് ടേമിൻ്റെ ഒറ്റയടിക്ക് ഇക്വേഷൻ കിട്ടി, ദാറ്റ് ഈസ് മൈനസ് 22 ആൽഫ എന്നുള്ള കാര്യം കിട്ടി. പിന്നെ ഇവൻ്റെ വാല്യൂസ് ഇനി എങ്ങനെ കണ്ടെത്താൻ, അത് ജസ്റ്റ് ഇവിടെ ഇട്ട് കൊടുത്താൽ നമുക്ക് മനസ്സിലാവും ദാറ്റ് ഈസ് ജസ്റ്റ് 22 ബീറ്റ എന്നുള്ള കാര്യം കിട്ടും. സോ അത്
പ്ലസ് 22 ബീറ്റ എന്ന രീതിയിൽ വരും. സോറി -22 ബീറ്റ എന്ന് വരും. -22 കോമൺ ആയിരിക്കും. പിന്നെ ആൽഫ പ്ലസ് ബീറ്റ ഈ ഇക്വേഷൻ കണ്ടെത്തിക്കൂടെ. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1. സോ -22 ഉത്തരം അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് 2 ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ ഫൈൻ. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഓക്കെ ഇത് രണ്ടാളും 0 ആവുമല്ലോ ഇങ്ങനെ ആകുമ്പോൾ. ദാറ്റ് മീൻസ് x² - 5x + 2 ദാറ്റ് ഈസ് ഇക്വൽ 0 എന്ന് പറഞ്ഞ പോളിനോമിയലിൽ എ കൊടുത്തപ്പോൾ 0 ആവുന്നുണ്ട്, അതേപോലെ ബി കൊടുത്തപ്പോഴും 0 ആവുന്നുണ്ട്. ദാറ്റ് മീൻസ് എ ആൻഡ് ബി ആർ ദി റൂട്ട്സ് ഓഫ് ദാറ്റ് പോളിനോമിയൽ, ദിസ് പോളിനോമിയൽ എന്ന് പറഞ്ഞൂടെ, റൈറ്റ്. സോ 1 - അങ്ങനെ റിഡ്യൂസ് ചെയ്യണം. ഇത് നമുക്ക് സിമെട്രിക് ആണ്. ഇവിടെ നമുക്ക് കോമൺ എടുക്കാൻ എന്തൊക്കെ കോമൺ എടുക്കാം? 1 - ഞാൻ ആദ്യം എന്ത് ചെയ്യാം? ഞാൻ 1 - എ ബി കംപ്ലീറ്റ് അങ്ങോട്ട് കോമൺ എടുക്കുകയാണ്. ഓക്കെ എ ബി കോമൺ എടുത്താൽ ഫസ്റ്റത്തത് 1 പ്ലസ് ആണ് മൈനസ് കാരണം ഇവിടെ പ്ലസ് ആണുള്ളത്. പിന്നെ എ മാത്രം മതി പ്ലസ് ആണ്, സോറി അത് മൈനസ് ആണ് ബിക്കോസ് ഉള്ളിൽ പ്ലസ് ആയതുകൊണ്ട്. മൈനസ് വെറും എ മാത്രം മതിയാവോ? ബി മാത്രം മതി. ഓക്കെ അപ്പോൾ ഇതായി. ഇനി 1 - എ ബി കണക്കാൻ അറിയാം. 1 - എ പ്ലസ് ബി എന്ന രീതിയിൽ എഴുതാം. എ പ്ലസ് ബി ഈ പറഞ്ഞ സ്ഥാനത്ത് നിന്ന് 5 ആണെന്നറിയാം. എ ബി എന്ന് പറഞ്ഞാൽ 2 ആണെന്നറിയാം. കണ്ടെത്തിക്കോ, കഴിഞ്ഞ് ഇത്രയില്ലേ, വളരെ സിമ്പിൾ. അടുത്തത് പി ആൻഡ് ക്യൂ ആർ 2 റിയൽ നമ്പർ സാറ്റിസ്ഫൈങ് ഈ പറഞ്ഞ ഇക്വേഷൻ ഡൺ. ഓക്കെ അപ്പോൾ നമുക്ക് ഒരുമാതിരി കിട്ടുന്നില്ല, കറക്റ്റ് കിട്ടുന്നില്ല. നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ 2p² ഇങ്ങനെ എഴുതി വെച്ച് നമ്മളിപ്പോൾ നേരത്തെ പോലെ നമുക്ക് ഇത്ര ഒബ്വിയസ് ആയിരുന്നില്ല. അതിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ ഫംഗ്ഷനിൽ എക്സിൽ എയും ബിയും ഇട്ടപ്പോഴാണ് അവസാനം വന്നതെന്നുള്ള കാര്യം നമുക്ക് ഇവിടെ വിസിബിൾ അല്ല. ഇത് ചോക്ക് ഇവിടെ 3q, ഇവിടെ പക്ഷേ ഇതാ ക്യൂവിൻ്റെ സ്ഥലത്ത് ഇവിടെ 2p, അങ്ങനെ ചെറിയൊരു മാറ്റം വരുന്ന പോലെ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ മാറ്റം കംപ്ലീറ്റ് മാറ്റാൻ വേണ്ടി നമ്മളൊരു -q² ആണ് കംപ്ലീറ്റ് ഇക്വേഷൻ ഡിവൈഡ് ചെയ്യും. -q² ആണ് കംപ്ലീറ്റ് ഇക്വേഷൻ ഡിവൈഡ് ചെയ്തപ്പോൾ നോക്കി നോക്ക്, ഇതാ 2 × അപ്പോൾ ആ രീതിയിൽ എഴുതിയപ്പോൾ നമുക്ക് മനസ്സിലായി. ഇതാ ഇങ്ങനെ ഒരു ഹോൾ സ്ക്വയർ ഫോർമാറ്റിൽ നമ്മൾ അങ്ങനെ മാറ്റി എഴുതി. ഓക്കെ ഇതെങ്ങനെ ഇതിനെ എക്സിനെ ഞാൻ വിളിക്കും 1/a. സോ 2x² - 3x - 1 എന്നുള്ള ഇക്വേഷനിൽ 1/q ഇട്ടപ്പോൾ 0 ആയതുപോലെ അതേപോലെ അതേ ഇക്വേഷൻ തന്നെയല്ലേ ഈ ഇക്വേഷനും സിമിലർ ആയിട്ട് തന്നെ വരുന്നത് 2 ആ രീതിയിൽ വരുന്നത്. ദാറ്റ് മീൻസ് അവിടെ p. സോ പിയും 1/q ആണ് എന്ത് സൊല്യൂഷൻസ് ഓഫ് ദാറ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇനി അത് രണ്ടും അറിയുന്ന റൂട്ട്സ് അറിയുന്നുണ്ടെങ്കിൽ pq + p + 1 വളരെ സിമ്പിളായിട്ട് ഇനി കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഓക്കെ